യോഹന്നാൻ അധ്യായം 15. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിലുള്ള കായ്ക്കാത്ത ശാഖകളെല്ലാം അവിടുന്ന് മുറിച്ചു കളയുന്നു. കായ്ക്കുന്നതെല്ലാം അധികം ഫലം കായ്ക്കേണ്ടതിന് വെട്ടി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ വസിക്കാത്ത കൊമ്പിന് സ്വയം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ ധാരാളം ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ പുറന്തള്ളപ്പെട്ട് ഉണങ്ങിപ്പോകുന്ന ശാഖയ്ക്ക് തുല്യനാണ്. അങ്ങനെയുള്ള ശാഖകൾ തീയിൽ ഇട്ടുകളയുകയും അവ എരിഞ്ഞു പോവുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെന്തും അപേക്ഷിച്ചുകൊള്ളുക, അതു നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിലായിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം സമ്പൂർണമാകുവാനുമാണ് ഞാനിത് നിങ്ങളോട് സംസാരിച്ചത്. എന്റെ കൽപ്പന ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുക. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ത്യജിക്കുന്നതിലും വലുതായ സ്നേഹം ആർക്കുമില്ല. ഞാൻ കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. യജമാനന്റെ പ്രവൃത്തികൾ ദാസൻ അറിയാത്തതിനാൽ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നിനി വിളിക്കുന്നില്ല. ഞാൻ എന്റെ പിതാവിൽ നിന്നു കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചതിനാൽ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കുന്നതിന്, നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിന് തന്നെ. അതിനാൽ നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം പിതാവ് നിങ്ങൾക്ക് തരും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ് എന്റെ കൽപ്പന. ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ വെറുത്തു എന്നോർത്തുകൊള്ളുക. നിങ്ങൾ ലോകത്തിനുള്ളവർ ആയിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിനുള്ളവരല്ല. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ വെറുക്കുന്നത്. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർത്തുകൊള്ളുക. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്റെ ഉപദേശം അനുസരിച്ചുവെങ്കിൽ നിങ്ങളുടേതും അനുസരിക്കും. എന്റെ നാമം നിമിത്തം അവർ നിങ്ങളോട് ഇങ്ങനെയെല്ലാം പെരുമാറും. എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ലല്ലോ. ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തിന് ഒഴുകഴിവില്ല. എന്നെ വെറുക്കുന്നവൻ എന്റെ പിതാവിനെയും വെറുക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ലെങ്കിൽ അവർക്ക് കുറ്റമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഈ പ്രവൃത്തികൾ കണ്ടിട്ടും എന്നെയും എന്റെ പിതാവിനെയും വെറുത്തിരിക്കുന്നു. കാരണം കൂടാതെ അവർ എന്നെ ദ്വേഷിച്ചു എന്ന വചനം നിറവേറുന്നതിനാണ് ഇത് സംഭവിച്ചത്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ അവിടുന്ന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ആയിരുന്നതുകൊണ്ട് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുവിൻ.